ഹായ്, എക്സൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അതായത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ എൻ്റെ എക്സ് മൂവ് ഓൺ ആയി കഴിഞ്ഞു. അതായത് അവർ ഈ പഴയ ഓർമ്മകളും കാര്യങ്ങളെല്ലാം വിട്ട് അവർ മൂവ് ഓൺ ആയോ എന്നുള്ള കാര്യം അറിയണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ മൂവ് ഓൺ ആയി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അറിയാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഒരു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും അവരുടെ ഇപ്പോഴത്തെ ബിഹേവിയർ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. അതായത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അവർ ഓക്കെ ആണോ, ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. പിന്നീട് അവരെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് അവരെ തന്നെ വേണം, അതായത് അവർ മൂവ് ഓൺ ആയി, ഓക്കെ, പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് അവരെ തന്നെ തിരികെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എത്ര നാളത്തെ പ്രണയമാണ്, എന്ത് പ്രോബ്ലമാണ് ഉണ്ടായത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് കൂടി പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം, അവർ മൂവ് ഓൺ ആയി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ അവർ നിങ്ങളെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്റ്റോറി, സ്റ്റാറ്റസ്, നിങ്ങളുടെ പോസ്റ്റുകൾ ഇതൊന്നും അവർ നോക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണെന്നറിയോ, നമുക്ക് അവരോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവർ ഇപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏത് വിധേനയും അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാൻ, ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാനൊക്കെ ശ്രമിക്കും എന്നുള്ളതാണ്. പുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, അവരുടെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരിക്കും. സോ ഏതെങ്കിലും വഴി അത് അറിയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു രീതിയിലും അതിനുള്ളൊരു ശ്രമം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വേണ്ട എന്നവർ വെച്ചു, അതായത് നമ്മളോടുള്ള ഇഷ്ടം അവരുടെ മനസ്സിൽ ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവ് ഓൺ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒന്നും അവർ നോക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങളെ ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഒന്നും മാറ്റിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മൂവ് ഓൺ ആയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമതൊരു പോയിന്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ അവർ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയേണ്ടാവും, എനിക്ക് മൂവ് ഓൺ ആവണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണം, വേറെ ആരെങ്കിലും നോക്കണം, നീയും വേറെ ആരെങ്കിലും ഒക്കെ ഓക്കെ ആക്ക്, മീൻസ് നീ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നോക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നേരിട്ട് പറയുണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് മൂവ് ഓൺ ആവണം, അവർക്ക് ഓക്കെ ആവണം, അവർ മറ്റൊരാളെ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും, ഇപ്പം നിങ്ങളെയും അവർ മൂവ് ഓൺ ആവാനും മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകാനൊക്കെ ആയിട്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ മൂവ് ഓൺ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളും ഇനി അവരെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ പിന്നീട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് വിധേനയായാലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, മെസ്സേജ് ആയാലും കോൾ ആയാലും നേരിട്ട് കാണുകയാണെങ്കിലും ഒക്കെ, അങ്ങനെ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്തൊക്കെ അവരുടെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പണ്ട് സംസാരിച്ച പോലെ ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാനൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പം അങ്ങനെ ആയിരിക്കില്ല. വളരെ തിരക്കുള്ള പോലെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ തീരെ സമയമില്ല, തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അപരിചിതനോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങളോട് അവർ പെരുമാറുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും നിങ്ങളെ അവരിപ്പോൾ സ്നേഹിക്കുന്നില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും അവർ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉള്ള ചിന്തകളും എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു, അവർ മൂവ് ഓൺ ആയി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള മറ്റൊരു സൈനാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം അവർ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് അവർ മൂവ് ഓൺ ആയി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ മറ്റു കുറേ സയൻസും കാര്യങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനോ മറ്റോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്